ഞാൻ മല്ലങ്കാണി മുഖ്യ പൂജാരി, ഈ ക്ഷേത്രത്തിലെ ഈ കളത്തിലെ പൂജാരിയാണ് ഞാൻ. നമ്മളെ അപ്പൂപ്പന്മാരുടെ കാലത്ത് ഇവിടെ സീതാദേവി വന്നിരുന്ന, ശ്രീരാമനൊക്കെ വന്നിരുന്നതുകൊണ്ട് അങ്ങനെ നമ്മൾ തലമുറയായിട്ട് രാമായണത്തിലേക്കുള്ളതാണല്ലോ ഇത് ബ്രഹ്മങ്കോട്ട മലയാണ്. ഈ വർണ്ണസഞ്ചാരത്തിൽ വന്നപ്പോൾ ബ്രഹ്മന സാന്നിധ്യമുള്ള മലയാണ് നമ്മൾ ആ കാണുന്ന പാറ. അവിടെ അത് ബ്രഹ്മ സാന്നിധ്യമുള്ളതുണ്ട്. ആ പാറ ബ്രഹ്മനെ കാണാൻ വേണ്ടിയിട്ടാണ് അവർ ഈ താഴെ സ്ഥലത്ത് വന്നിട്ട് നമ്മളാ കുളത്തിപ്പുഴ കടമാങ്കോട് സീതാപ്പാറയിലിരുന്ന ഈ മല കാണാം, ഈ ബ്രഹ്മങ്കോട്ട. അവിടെ നിന്നാണ് ഇവിടെ താഴെ വന്ന് നമ്മളെ ഒരു ഇത് നിലമുണ്ടായിരുന്നു. അവിടെ ഭരണസ്ഥലമായിട്ട് കിടന്നപ്പോൾ ഭരണസ്ഥലമായിട്ട് അവർ തന്നു. പിറ്റേന്നാളിൽ വരാൻ നോക്കുള്ളൂ. അങ്ങനെ അവിടെ തവളയുടെ ശല്യം കൊണ്ട് ദേവി പറഞ്ഞ് ഇതൊരു ആപത്ത് തന്നെ എന്ന് പറഞ്ഞു. അവിടെ ഇപ്പോൾ മനുഷ്യരിപ്പോൾ താമസിക്കാനൊക്കെ ഇല്ല. മനുഷ്യർ ഞങ്ങളെ ആൾക്കാർ താമസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോറസ്റ്റുകാർ സ്ഥലം കൊടുത്താൽ ആർക്ക് താമസിക്കില്ല, മരണപ്പെടും. അപ്പോൾ ശാപം അങ്ങനെയാണ്. അങ്ങനെ ഇവിടെ വന്നിട്ട് സീതാദേവി ഇവിടെ കുളിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ അപ്പുറത്ത് രണ്ട് ശ്രീരാമനും സീതയും ശ്രീരാമനും ലക്ഷ്മണനും കൂടെ കല്ല് പറക്കി വെച്ച് നമ്മളെ കളം വരച്ച് കളിക്കുന്നില്ല, ആ പാറയിലാണ്. അത് കാണിച്ചു കൊടുക്കണം. ആ പാറയിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ദേവി നീരാടാൻ കുളിക്കാനൊക്കെ ഇരുന്നു. അപ്പോൾ മാടനെ കാവലാക്കി. ഏതെങ്കിലും ശുദ്രദേവനെ വല്ല വരണമെങ്കിൽ രാക്ഷസന്മാർക്ക് അന്ന കാലമില്ല. അപ്പോൾ കുളിച്ചതിന് ശേഷം ഇവിടെ സീത കുളിച്ചതിന് ശേഷമാണ് ശിവപൂജ നടത്തി. അങ്ങ് അപ്പുറത്തെ മലയിലാണ് ശിവവിഗ്രഹം, സ്വയം വിഗ്രഹമാണ്. ഇതേപോലെ തന്നെ പരുവരുത്ത കല്ലാണ്, പക്ഷെ അത് വിഗ്രഹമായിട്ടിരിക്കുകയാണ്. അത് പൊട്ടിപ്പോയതാണ് നമ്മൾ ആ മലയിലോട്ട് പോകാതെ അവിടെ അങ്ങ് കടത്തിവിടാതെ നമ്മൾ ഇവിടെ തന്നെ ഇത് ശിവനെ പൂജിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ കൊടുത്ത്. അപ്പോൾ ഇവിടെ ഹനുമാരുടെ സാന്നിധ്യമുണ്ട്. ഹനുമാരാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ തലമുറയായിട്ട് ഇതുകൊണ്ട് ഈ വേനൽ സമയത്തേ ഇവിടെ വരുള്ളൂ. കടുത്ത നോമ്പാടുകൂടി വരണം. നമ്മൾ പച്ചരിയൊക്കെ ആണെങ്കിൽ നമ്മൾ മാവാക്കി വറുത്തൊക്കെ കഴിക്കാം. പച്ചരി തേങ്ങ കഴിച്ചാൽ വീട്ടിൽ കേട്ടാൽ ഉപ്പൊന്നും തൊടാക്കില്ല. ഞങ്ങൾ ഈ കടുത്ത വ്രതമായിട്ട് 7 ദിവസത്തെ വ്രതമായിട്ടാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. നമ്മളെ ചിറ്റപ്പനൊക്കെ ആയതിനു ശേഷം ഞാൻ ചിറ്റപ്പൻ്റെ പിറക്കൊക്കെയാണ് വന്ന് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ വെറിയായ സമയത്ത് മാത്രമേ വരാനൊക്കെയുള്ളൂ. കാട്ടുമൃഗങ്ങളെ ശല്യം ഉള്ളതുകൊണ്ട് അങ്ങനെ വരാനൊക്കെയുള്ളൂ. അങ്ങനെ വരുമ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം എല്ലാവരും കൂട്ടണം. അങ്ങനെയാണ് മകരം 1-ാം തീയതിക്കുള്ള ഈ പൊങ്കാല മകരം 1-ാം തീയതി കൂട്ടായിട്ട് ചെയ്യട്ടെ. ഇപ്പോൾ 1-2 മള്ളി നിങ്ങളെപ്പോലെ ടൂറുകാർ വരുമ്പോഴത്തേക്ക് ഇത് കണ്ട് വന്നവർ നോക്കി അതുപോലെ ദക്ഷിണയൊക്കെ ഇട്ട് അപ്പോൾ അത് അങ്ങനെ നമ്മൾ തുടർന്ന് വന്ന് വർഷങ്ങളോളായി.